ഇന്ന് നമുക്ക് പൂരിയും കിഴങ്ങു മസാലയും ഉണ്ടാക്കാം. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയും അതുപോലെ ഹോട്ടലിലും കല്യാണ സ്ഥലത്തുമൊക്കെ ചെല്ലുമ്പോൾ പൂരിയുടെ കിട്ടുന്ന ഒരു കിഴങ്ങ് മസാലയിൽ അതും ഉണ്ടാക്കി നോക്കാം. ആദ്യം പൂരി ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് ആട്ട എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ റവയും എടുക്കുന്നുണ്ട്. 1-1.5 ടേബിൾ സ്പൂൺ എടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണയും എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴയ്ക്കണം. കൈകൊണ്ട് കുഴച്ചിട്ട് വെള്ളം ചേർക്കാതെ ആ എണ്ണ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയാണ്. പൊടിയിലെല്ലാ സ്ഥലത്തും ഒരുപോലെ സ്പ്രെഡ് ആവാൻ വേണ്ടിയാണ്. ഒരു 2 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോൾ ഒന്ന് പിടിച്ചാൽ ഇങ്ങനെ ഉരുണ്ട് കിട്ടുകയും വേണം, എന്നാൽ പൊടിച്ചാൽ പൊടിയുകയും വേണം. ആ പരുവത്തിനാവും. അപ്പം എണ്ണ നന്നായിട്ട് എല്ലായിടത്തുമായി. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ പൂരി ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വയ്ക്കുക. അതിന് പുറത്ത് ഒരല്പം എണ്ണ തടകി ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. റവയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് മാവൊന്ന് സോഫ്റ്റ് ആവണം. അതിന് വേണ്ടിയാണ് ഒരു 10 മിനിറ്റ് നമ്മൾ വെക്കുന്നത്. ഇനി അതിനെ ചെറിയ ചെറിയ പൂരി ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി, കറിക്ക് വേണ്ടി സവാളയാണ് ആദ്യം വേണ്ടത്. ഇവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുന്നുണ്ട്. തീരെ നൈസ് കഷ്ണങ്ങളല്ല. ഈ കറിക്ക് നമ്മൾ ഇത്തിരി വലിയ കഷ്ണങ്ങളായിരിക്കണം. സവാളയുടെ സ്ലൈസിന് കുറച്ച് കനം കൂടുതലായിരിക്കണം. ആ രീതിയിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു 3 ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ തൊലിയോടുകൂടി കുക്കറിൽ വേവിച്ചിട്ട് ആറിയപ്പോൾ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. അതും ഒന്ന് ഉടച്ചെടുക്കണം. നമുക്ക് തൊലിയോടുകൂടി തന്നെ പുഴുങ്ങണം, എന്നിട്ട് വേണം തോല് കളയാൻ വേണ്ടി. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അതിനോടൊപ്പം ടേസ്റ്റ് കൂടാൻ വേണ്ടി 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കടുകൊന്നും ചേർക്കുന്നില്ല. ഇവിടെ ഉഴുന്നുപരിപ്പ് വേണമെങ്കിൽ ചേർക്കാം, അതിന് പൊട്ടുകടല ചേർക്കാം, അതുപോലെ കാഷ്നട്ട് ചേർക്കാം. ഇതൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള വഴറ്റുക. സവാള കണ്ടില്ലേ, ഒരല്പം കട്ടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, തീരെ നൈസായിട്ടല്ല. സവാളയും ഒരുപാട് വഴുന്ന കളർ മാറുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി പൊടിയായിട്ട് കുത്തിയരിഞ്ഞതും പച്ചമുളക് നീളത്തിൽ കീറിയതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. വേണമെങ്കിൽ ഒരു അല്പം ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം, സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. അതെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പം അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. കിഴങ്ങൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് കായപ്പൊടി ഒരല്പം ചേർത്ത് കൊടുക്കുന്നത്. തന്നെയല്ല, കായപ്പൊടി ചേർത്താൽ ഒരു നല്ല ടേസ്റ്റുമാണ്, വേറൊരു ടേസ്റ്റ് വരും. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ് കായപ്പൊടി ചേർക്കുമ്പോൾ. അതിനുശേഷം അതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് ഇങ്ങനെ കുമ്പള വന്ന് തുടങ്ങും, ഞൊരി വരിക എന്ന് പറയും. ആ സമയത്ത് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് വെള്ളത്തിലൊന്ന് ചേർക്കുക. അതിനുശേഷം അതിനെ ഒന്ന് തിളയ്ക്കാൻ വയ്ക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തിളച്ച് വരും. ആ സമയത്ത് 1 ടേബിൾ സ്പൂൺ കടലമാവിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് കലക്കി ഒരു സ്ലറി ഉണ്ടാക്കി അതിനകത്ത് ഒഴിക്കുന്നുണ്ട്. കറിക്കൊന്നൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. ഉരുളക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് കൊഴുപ്പ് കിട്ടും, എന്നാലും ഒരു ടേസ്റ്റും കൊഴുപ്പും കൂടും. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മുടെ മസാലക്കൂട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന പൂരി ചുട്ടെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നന്നായിട്ട് തീ കൂട്ടി വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം തീ കുറച്ച് വെച്ചിട്ട് പൂരിയിട്ട് തിരിച്ചു മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു പൂരി എടുത്തു കഴിയുമ്പം വീണ്ടും ഒന്നും കൂടി ഒന്ന് തീ കൂട്ടി വെച്ച് എണ്ണ ചൂടാക്കണം. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് അടുത്ത പൂരി ഇട്ട് കൊടുക്കുക. ഇതിനിടയിൽ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമ്മൾ പൂരിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. കറി മസാലയും റെഡിയായി, കിഴങ്ങ് മസാല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പൂരിയും കിഴങ്ങ് മസാലയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സാധാരണ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നതിൽ നിന്ന് വേറിട്ടൊരു ടേസ്റ്റാണ്. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ചെന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിക്കുമ്പോൾ ഉള്ള ഒരു മസാലയുടെ ടേസ്റ്റാണ്.
താങ്ക്സ് ഫോർ വാച്ചിങ്.